യൂട്യൂബിൽ നമ്മുടെ പഴയ സുരേഷ് ഗോപിയുടെ ടൈഗർ സിനിമയുടെ ഒരു ക്ലിപ്പ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു, ഇതേ എഴുത്തുകാരന്റെ പുതിയൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് കണ്ടു നോക്കിക്കൂടെ, എന്തിനായി കണ്ടത് തന്നെ പിന്നെയും പിന്നെയും കാണുന്നതെന്ന്. അങ്ങനെ ഞാൻ ടൈഗർ പോസ് ചെയ്ത് ജിയോ ഹോട്ട്സ്റ്റാർ എടുത്ത് പ്രതിച്ഛായ കാണാൻ തുടങ്ങി. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട സിനിമയാണെന്നറിയാം, എന്നിരുന്നാലും കുഴപ്പമില്ല. ഒരു 2005-6 മോഡൽ പൊളിറ്റിക്കൽ ത്രില്ലർ തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഓവർ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലതാനും. അങ്ങനെ പടം തുടങ്ങി. നിലവിലെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ഒരു പ്രക്ഷോഭം നടത്തുന്നത് കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. ആൻഡ് അതിനു മുൻപ് കുറച്ച് വെള്ളക്കാരെയൊക്കെ കാണിക്കുന്നുണ്ട്. ഓൾസോ മലയാളം സംസാരിക്കാത്ത ഇന്ത്യക്കാർ തന്നെയായ വേറെയും കുറച്ച് പേരെ കാണിക്കുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തെ ടീം കേരളത്തിലെ മന്ത്രിസഭയെ മറിച്ചിടാൻ വേണ്ടി ഒരു വലിയ ലെവൽ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി. പക്ഷെ വെള്ളക്കാർക്ക് ഇവിടെ എന്താ റോളെന്ന് ഗസ് ചെയ്യാൻ സാധിച്ചില്ല. അതെന്തായാലും നന്നായി, അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് അല്ലേ. അവരെങ്ങനെ കേരളത്തിൽ നടക്കുന്ന ഈ കഥയുമായി കണക്ട് ആവുന്നു എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ വെച്ച് ഞാൻ പടത്തിലേക്ക് ഇറങ്ങി. അപ്പൊ പടത്തിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്, നമ്മുടെ നായകന്റെ അച്ഛൻ. ആള് ഭയങ്കര കൗശലക്കാരനാണെന്ന് പറയുന്നുമുണ്ട്, പുള്ളിയുടെ പ്രവൃത്തിയിലൂടെ അത് കാണിക്കുന്നുമുണ്ട്. ഇനി വരുന്നതാണ് നായകന്റെ ഇൻട്രോ. കുറച്ച് തണുത്ത ഇൻട്രോ ആണ്, ദാറ്റ്സ് ഓക്കെ. നായകനെ കാണിക്കുന്ന ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അഡ്രിനാലിൻ പമ്പിങ് വേണമെന്നൊന്നും ഇപ്പൊ എനിക്കില്ല. ഇതിപ്പോ ജസ്റ്റ് കഥാപാത്രത്തിന്റെ പശ്ചാത്തലം എന്താണ്, ആളുടെ ജോലി എന്താണ്, ആളുടെ ഫീൽഡ് എന്താണെന്നൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻട്രോ. ഒരുപക്ഷെ ഇയാളുടെ ഈ ഫീൽഡിലുള്ള ടെക്നിക്കൽ നോളജ് മുന്നോട്ടുള്ള കഥയിൽ ആവശ്യമായതുകൊണ്ടായിരിക്കാം നായകൻ ഇങ്ങനെ ഒരു പശ്ചാത്തലം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇൻട്രോ കഴിഞ്ഞു എന്ന് വെച്ചാൽ നായകനെ കാണിക്കൽ ചടങ്ങും പരിചയപ്പെടുത്തുന്ന ചടങ്ങും കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ആ സീൻ അങ്ങോട്ട് തീരുന്നില്ല. കുറച്ച് നല്ലോണം അതങ്ങ് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ പോട്ടെ, കുഴപ്പമില്ല. എന്നാൽ ഇനിയാണ് കുഴപ്പം. ഇതേ സീനിന്റെ കണ്ടിന്യൂഷനായി നായകൻ ഒരു സ്ത്രീയുമായി ഫ്ലേർട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. പടം തുടങ്ങി അധിക നേരമൊന്നും ആവാത്തത് കൊണ്ടും അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രങ്ങളും ആരൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പായതുകൊണ്ടും ഈ സീനിന്റെ തൊട്ടുപുറകിലത്തെ സീനിൽ വന്നിരുന്ന മറ്റൊരു സ്ത്രീ നായകന്റെ ഭാര്യയായിരുന്നു എന്നുള്ളതൊന്നും എന്റെ മൈൻഡിൽ രജിസ്റ്റർ ആയിരുന്നില്ല. പക്ഷെ നായകൻ തന്നെ അത് രജിസ്റ്റർ ആക്കി തന്നു. എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലേട്ടിംഗ് സീൻ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇവർ ഇന്റിമേറ്റ് ആവാൻ പോകുന്നതിന് തൊട്ട് മുൻപ് നായകൻ ഒരു ഡയലോഗ് പറയുകയാണ്. എന്തായിരുന്നു? വി ഷുഡ് ബി ട്രാൻസ്പെറന്റ് എന്നോ കൺസെന്റ് വേണമെന്നോ അങ്ങനെ എന്തോ. അത് പറഞ്ഞിട്ട് പുള്ളി പറയാണ്, ഞാൻ എന്റെ ഭാര്യയെ വിളിച്ചതൊന്ന് പറയട്ടെ എന്ന്. ഐ വാസ് ലൈക്ക്, ഇതേത് യൂണിവേഴ്സ്? ഫ്ലേർട്ടേഷ്യസ് ആയിട്ടുള്ള നായകന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പൃഥ്വിരാജിന്റെ കുഞ്ഞുഞ്ഞ്. നാട്ടിൽ വേറെ ഭാര്യമാരുണ്ടായിരുന്നിട്ടും വേറെ നാട്ടിൽ പോയിട്ട് ഉഡായിപ്ലിക്കേഷൻ കാണിക്കുന്ന നായകന്മാരെ മമ്മൂട്ടിയും മോഹൻലാലും തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇത് അതിന്റെയൊക്കെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വെർഷൻ ആയിരുന്നു. പക്ഷേ ഇത് ഒരു തരത്തിലും എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് നായകൻ നല്ലവനായിരിക്കണ്ടേ, ഇനിയിപ്പോൾ നല്ലവനല്ലെങ്കിലും കുറച്ച് ലോജിക്ക് കാണിക്കണ്ടേ. എന്തായാലും ആ ഒരു മഹത്തായ ഡയലോഗിന് ശേഷം നായകൻ ഭാര്യയെ വിളിക്കുന്നത് കാണേണ്ടി വന്നില്ല. ബിക്കോസ് ഏതോ ഒരു വലിയ മനുഷ്യൻ വന്ന് അപ്പം തന്നെ നായകന്റെ ചെള്ളക്ക് നോക്കി ഒന്ന് കൊടുത്തു. അതോടെ ഇനി ഇത് കാണാൻ വയ്യ എന്ന് കരുതി ഞാൻ അപ്പം തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ക്ലോസ് ചെയ്തു. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് IG ചന്ദ്രശേഖരന് പറയാനുള്ള ബാക്കിയും കൂടി അങ്ങ് കേട്ടു. ഇനി നിങ്ങൾ പറഞ്ഞാൽ ശരിക്കും ഈ പടം ബാക്കി കാണേണ്ടതുണ്ടോ?